പൊതുവെ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പോയി പറഞ്ഞു കഴിയുന്ന ഉടനെ കൗൺസിലർ നമുക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ തരും, മുന്നോട്ട് ജീവിക്കാനുള്ള ഗൈഡൻസ് ഒക്കെ കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ആദ്യം നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളതൊന്ന് ഡയഗ്നോസ് ചെയ്യണ്ടേ. അതായത് ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും പലതരം സ്കാനിങ്ങുകളും ഒക്കെ ചെയ്തിട്ട് ഡോക്ടർ എങ്ങനെയാണോ ഡയഗ്നോസ് ചെയ്യുന്നത് അതേപോലെ മനസ്സിനെ വളരെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ വെറുതെ ഉപദേശം മാത്രമല്ല, മനസ്സിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡയഗ്നോസ്റ്റിക് ടൂളുകൾ ഉപയോഗിച്ച് ഡയഗ്നോസ് ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഉപദേശം മാത്രം മതിയോ അതോ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് മെത്തേഡ് നിങ്ങൾക്ക് വേണോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന പലതരം ടൂളുകളുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആൻസൈറ്റി ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരം പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിക്കോട്ടെ, എന്താണെന്ന് അറിയാനായിട്ട് നമുക്കത് ഡയഗ്നോസ്റ്റിക് ടൂളുകൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കൗൺസിലിംഗ് മെത്തേഡിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ.